മുകേഷിനെതിരെ സർക്കാർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SIT ഹൈക്കോടതിയിൽ ഹർജി നൽകും. മുൻകൂർ ജാമ്യം കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് SITയുടെ നിലപാട്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെടും. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, മുകേഷിനെതിരെ സർക്കാർ, അത് സ്വാഭാവികമായി SIT എടുക്കുന്ന ഒരു നടപടി അല്ലേ, അങ്ങനെയല്ലേ? ദിവിഷ്, ഈ പ്രത്യേക അന്വേഷണ സംഘം അതിലേക്ക് പോകാൻ നിർബന്ധിതരാകുകയാണ്. പ്രത്യേകിച്ച് മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ചെയ്തിരിക്കുന്നത്. അത് കേസിന്റെ മുന്നോട്ട് പോക്കിനെ സാരമായി ബാധിക്കുന്നതാണ് എന്നതാണ് SIT യുടെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് അവർ ഹൈക്കോടതിയിൽ ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോടതിയുടെ പല കണ്ടെത്തലുകളും നിയമപരമല്ല എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട വാദമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഈ പരാതിക്കാരിയായ നടിയുടെ മൊഴിയെ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു ലൈംഗിക പീഡനം, ആ വാദം കോടതി പൂർണ്ണമായും തള്ളുകയാണ് ആ ഉത്തരവിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ കേസിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് SIT ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ SIT ഹൈക്കോടതിയിൽ ജാമ്യം നൽകാൻ ഒരുങ്ങുന്നത്.